നല്ല സോഫ്റ്റായിട്ട് നല്ല ആരോട് കൂടിയിട്ടുള്ള കലത്തപ്പം ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതിന് 2 മണിക്കൂർ മുന്നേ തന്നെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ട് വെള്ളത്തിൽ കുതിരാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിലെ വെള്ളം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചോറ്, 2 ഏലക്കായ, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ചെറിയ ഒരു തരിയോട് കൂടിയാട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 4 കഷ്ണം ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ ലായനിയാക്കി ഉരുക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ചൂടോട് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ മിക്സ് ചെയ്തെടുക്കണേ, അല്ലെങ്കിൽ ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും വെളിച്ചെണ്ണയിൽ തേങ്ങാക്കൊത്തും ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു കുക്കർ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ മാവ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ബാക്കി വന്നിട്ടുള്ള തേങ്ങാക്കൊത്തും കൂടി മുകളിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം അടച്ച് വെക്കുമ്പോൾ കുക്കറിൻ്റെ വിസിൽ അങ്ങ് ഊരിയെടുക്കണേ. നല്ല സോഫ്റ്റായിട്ട് നല്ല ആരോട് കൂടിയിട്ടുള്ള അടിപൊളി ഒരു കലത്തപ്പമാണ്. ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.